അല്ല അന്ന് ആ ഒരു ടോട്ടൽ ലോസ് ആയ വണ്ടി ഉണ്ടായിരുന്നല്ലോ, അതിന് കുറച്ച് കൂടുതലായില്ലേ? അതിന് കുറച്ച് കൂടുതലാന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല, നമ്മൾ ഒരുപാട് വണ്ടി ചെയ്യുന്നില്ല. ഓക്കെ, എന്തായാലും വണ്ടി അടിപൊളിയായിട്ടുണ്ട്. എന്താ പറയുക, അതിൽ ഒരു സംശയമില്ല, ആളുകൾ എന്തായാലും നോക്കുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ ഈ വണ്ടി ഇവിടെ കൊണ്ട് വെച്ചപ്പോഴും എത്ര പയ്യന്മാർ നോക്കി വണ്ടി അവിടെ നിന്ന് പറയും ചെയ്തു സൂപ്പർ ലുക്ക് എന്ന് പറയുന്നത്. എൻ്റെ ആദ്യം പറഞ്ഞായിരുന്നു വണ്ടി എന്തായാലും അടിപൊളിയായിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ 1992 എന്താ പറയുക നമ്മുടെ ബുള്ളറ്റ് സ്റ്റാൻഡേർഡാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. റീസ്റ്റോറായി സുന്ദര കുട്ടപ്പനായിട്ട് ഇരിപ്പുണ്ട്. 1,22,000 രൂപയ്ക്കകത്താണ് എന്തായാലും ഈ ഒരു വണ്ടി ടോട്ടൽ കോസ്റ്റ് ആയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതുപോലെ നിങ്ങൾക്ക് ബുള്ളറ്റ് റീസ്റ്റോറേഷൻ വർക്കുകൾ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഷിജിനെ കോൺടാക്ട് ചെയ്യാം. ഷിജിൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങലിനടുത്തുള്ള കടയ്ക്കാവൂരാണ്. ജസ്റ്റ് ഗൂഗിളിൽ ബുള്ളറ്റ് സോൺ കടയ്ക്കാവൂർ സെർച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൊക്കേഷൻ കിട്ടും. അതേപോലെ തന്നെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. റീസ്റ്റോറേഷന് വേണ്ടി മാത്രമല്ല, ബുള്ളറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് വർക്കുകളും ഷിജിൻ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ ചെയ്തു തരാണ്. പ്രത്യേകിച്ച് എഞ്ചിൻ വർക്കുകൾ ഒരു പ്രശ്നമില്ലാണ്ട് ചെയ്തു തരും. പലരും ഇങ്ങനെ എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നതാണ്, എഞ്ചിൻ വർക്കൊക്കെ ചെയ്താൽ ശരിയാവും? ഞാൻ ഓൾറെഡി പല സ്ഥലങ്ങളും കൊടുത്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് വീണ്ടും ഇഷ്യൂസ് വന്നിട്ടുണ്ട്. അതുപോലെ ഉണ്ടാവുമെന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ എന്തായാലും ഷിജിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് അല്ലേ അങ്ങനെയൊന്നും ഒരു പ്രശ്നം ഇതുവരെ വന്നിട്ടില്ലല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ, നിങ്ങൾക്ക് എന്ത് വർക്ക് ഉണ്ടെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരാം, ഷിജിനെ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ അടുത്ത് വണ്ടി തന്നിരിക്കുന്ന എല്ലാവരുടെ പറയാനുള്ളത്, അതായത് ഡിലേ വർക്കാണ്. നമ്മൾക്ക് ഇത് സ്വന്തമായിട്ട് പെയിന്റിങ് പ്ലാറ്റിംഗ് ഒന്നും ഇല്ല. അപ്പം നമ്മൾ ഓരോരുത്തർ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കണം. എവിടെയെങ്കിലും ഒരു സൈഡിൽ ഒരു ഡിലേ വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത്രേ ഉള്ളൂ. നിങ്ങൾ സമയം തരുന്ന റിസൾട്ട് എന്തായാലും വണ്ടിയിൽ കാണാം. ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അത്രേ ഉള്ളൂ. ഹറിബറി ആയി കഴിഞ്ഞുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ആ ഒരു പെർഫെക്ഷൻ അല്ലേ, ഒരു വണ്ടി തരാൻ ഒരാഴ്ച ഡിലേ ആയി പോയാൽ മതി. ഇതിന്റെ പിറകെ എല്ലാ വണ്ടികളും ലാസ്റ്റ് വന്ന വണ്ടിക്ക് ഒരുപാട് ദിവസമാവും. ഓക്കെ, അത്രേ ഉള്ളൂ. എന്തായാലും നല്ല ചൂടാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ KL16 കടയ്ക്ക് ഒരു ചെക്കനുള്ളത് ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ KL16 ഗ്യാരേജിലാണ്. അപ്പോൾ ഇവിടെ AC എന്തായാലും വർക്ക് ആവുന്നില്ല, അതുകൊണ്ട് തന്നെ നല്ല ചൂടാണ്. സോ ഈ ഒരു വീഡിയോ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ കൺക്ലൂഡ് ചെയ്യുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.